ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയാൻ കുറച്ച് ലേറ്റായി. ഞാൻ പുറത്ത് പോയേക്കായിരുന്നു, ഇപ്പോൾ വന്നോളൂ കേട്ടോ. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ചല്ലോ രേവതി. അങ്ങനെ സച്ചി രേവതി കൂടി ചന്ദ്രോദയത്തേക്ക് തിരിച്ചു വരാൻ തുടങ്ങാനുള്ള ആ സമയത്ത് ഈ വീഡിയോ ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടി ടി വിയിലിട്ട് കണ്ടിട്ട് ചന്ദ്രോദയത്തിൽ വെച്ചിട്ട് സച്ചിയുടെ അച്ഛൻ നിന്ന് പൊട്ടിക്കരയാണ്. കാരണം തൻ്റെ മകൻ്റെ നിരപരാധിത്വം താൻ അറിയാതെ പോയി, അവനെ താൻ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ അച്ഛൻ പൊട്ടിക്കരയാണ്. നിങ്ങളൊക്കെ വിശ്വസിച്ചപ്പോഴും ഞാൻ അവനെ വിശ്വസിക്കണമായിരുന്നു, അവനെ ഞാൻ തല്ലാൻ വരെ ഞാൻ കയ്യൊങ്ങി, ഈശ്വര ഞാൻ എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പൊട്ടിക്കരയണ ഭാഗമാണ് ഇന്നത്തെ ചന്ദ്രോദയത്തിൽ വെച്ചിട്ട് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ. അങ്ങനെ സച്ചി രേവതിയും വരുമല്ലോ. അപ്പോൾ ആള് പറയണു, സച്ചിയുടെ അച്ഛൻ പറയണു, രവീന്ദ്രൻ ചന്ദ്രൻ നീ ഇപ്പോൾ ആരതി തട്ട് എടുത്തിട്ട് പറയുമ്പോൾ ചന്ദ്ര പറയണം പറ്റില്ല, എനിക്ക് പറ്റില്ല പറയണം, പോയി എടുത്തിട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ചൂടാവാണ്. എന്നിട്ട് ആരതി തട്ട് എടുത്തിട്ട് വരുന്ന സച്ചി രേവതി അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ അകത്തേക്ക് വരാൻ വരട്ടെ പറയുമ്പോൾ ശ്രീകാന്ത് കൊണ്ട് ചോദിക്കണം, എന്താ അച്ഛാ സച്ചിയുടെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ, ഇനി അച്ഛൻ എന്തിനാ സച്ചിയുടെ ദേഷ്യം, ചേട്ടനോടുള്ള ദേഷ്യം മാറിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ചന്ദ്രയും വർഷയും ശ്രുതിയും കൂടി പോയിട്ട് രേവതിനെ സച്ചിനെ ആരതി ഒഴിഞ്ഞിട്ട് കയറ്റാൻ പറയും. അങ്ങനെ ചന്ദ്രയും വർഷയും ശ്രുതിയും കൂടി പോയിട്ട് ആരതി തട്ട് ഒഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരും അകത്തേക്ക് കയറുന്ന സമയത്തുള്ള ഭയങ്കര ഒരു സങ്കടമുള്ള സമയം. അത് ശരിക്കും നമ്മൾ അത് അനുഭവിക്കണവർക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ വേദന അറിയുള്ളൂ. കാരണം അച്ഛനും മകനും കണ്ണി നോക്കി നിൽക്കുമ്പോൾ അത്രയും സ്നേഹം ഉണ്ടായിരുന്ന അച്ഛനും മകനും, അത്രയും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അച്ഛനും മകനും ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് മകനെ തെറ്റിദ്ധരിക്കേണ്ടി വന്ന ആ അച്ഛൻ്റെ മനസ്സിലത്തെ സങ്കടമാണ് നമുക്ക് അറിയുന്നത്. സച്ചി കെട്ടിപ്പിടിച്ച് കരയാണ്, രവീന്ദ്രൻ എന്നോട് പൊറുക്കട മോനെ, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി കെട്ടിപ്പിടിച്ച് കരയാണ്. അച്ഛൻ എന്നോട് എന്തിനാ അങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ്. എല്ലാവരും അവിശ്വസിച്ചപ്പോഴും ഞാൻ നിന്നെ വിശ്വസിക്കണമായിരുന്നു, നീ കള്ള് കുടിക്കാറുണ്ട്, നീ വൈകി വരുന്ന ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഫുഡും വെച്ചിട്ട് അച്ഛൻ കാത്തിരിക്കാറുണ്ട്, പക്ഷെ നീ ഒരിക്കലും നുണ പറയാറില്ല, നീ ഒരിക്കലും അച്ഛനോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല, ഞാനത് നിന്നെ വിശ്വസിക്കണമായിരുന്നു സച്ചി, അച്ഛൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റിയടാ, ക്ഷമിക്കടാ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞ. അത് കാണുമ്പോൾ വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ശ്രീകാന്തൊക്കെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും സുധിയൊക്കെ ഭയങ്കര, അവർക്കതൊന്നും അങ്ങോട്ട് പിടിക്കാത്ത പോലെയാണ് അവർ നിൽക്കണത്. അങ്ങനെ രവീന്ദ്രൻ പറയും രേവതിയോട്, എൻ്റെ മോനെ പറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നീ, ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ വെച്ച് നിങ്ങളെപ്പോലെയാണ് വേണ്ടത്, നിന്നെ ഞാൻ കണ്ടെത്തിയത് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അതിൽ അഭിമാനിക്കുകയാണ്, ഞാൻ കണ്ടെത്തിയ കുട്ടി തന്നെ നീ എൻ്റെ മരുമോൾ തന്നെയാണ് പറഞ്ഞിട്ട് രേവതിനെ അഭിനന്ദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രേവതി ചെന്നിട്ട് 4 ഡയലോഗ് ചന്ദ്രമതിയോടും ശ്രുതിയോടും 4 ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇനി മേലെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്, ഇനി അമ്മയ്ക്ക് കുടിയൻ്റെ ഭാര്യ എന്ന് പറയാൻ പറ്റും എന്നെ, സച്ചേട്ടൻ്റെ നിരപരാധിത്വം തെളിഞ്ഞില്ലേ, സച്ചേട്ടൻ്റെ കണ്ണുകളിൽ ഞാനത് കണ്ടിരുന്നു, ഇനി മേലാൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ശ്രുതിക്കും വാണിംഗ് കൊടുക്കണം. അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവ്. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.